ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഉയർപ്പ് തിരുനാള് തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രവും ഒക്കെ കർത്താവ് യേശു മിശിഹായുടെ ഉയർപ്പാണ്. ഏറ്റവും വലിയ സംഭവമാണ് ഈശോയുടെ ഉയർപ്പ്. ലോക ചരിത്രത്തിൽ തന്നെ അസുലഭമായിട്ടുള്ള ഏക സംഭവമാണ് ഈശോയുടെ ഉയർപ്പ്. വേറൊരു മനുഷ്യനും ഇപ്രകാരം മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റില്ല. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർ നോക്കി നിൽക്കെ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ ഈശോ. ഈശോയുടെ ഉത്ഥാനത്തിന്റെ നന്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോ ഈ ഉത്ഥാനത്തിലേക്ക് വന്നതപ്പോഴാണ് വലിയ സഹനത്തിലൂടെയാണ്, ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഉയർപ്പ്, ഉത്ഥാനം, സന്തോഷം, ആനന്ദം, നന്മകൾ വരണമെങ്കിൽ വലിയ ത്യാഗത്തിലൂടെ സഹനത്തിലൂടെ കടന്നു പോകണമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈശോയോടുകൂടി നമുക്ക് സഹിക്കുക. ഈശോയോടുകൂടി സഹിച്ചാൽ, ഈശോയോട് മരിച്ചാൽ, ഈശോയോടുകൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഈ ഉത്ഥാനം അത് സത്യമാണ്. അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു, വലിയ സന്തോഷം നൽകുന്നു. എന്ത് പ്രശ്നമുണ്ടായാലും, എന്ത് ക്ലേശമുണ്ടായാലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ് ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ വലിയ പ്രത്യാശയിലേക്ക്, വലിയ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. സഹനങ്ങൾ വരും, ക്ലേശങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, രോഗങ്ങൾ വരും. പക്ഷേ ലോകത്തെയും പാപത്തെയും തിന്മയെയും സാത്താനെയും എല്ലാത്തിനെയും പരാജയപ്പെടുത്തി ഉത്ഥാനം ചെയ്ത ഈശോ നമ്മുടെ കൂടെയുണ്ട്. അത് വലിയ പ്രതീക്ഷയാണ്, സന്തോഷമാണ്, ആനന്ദമാണ്. പോകുന്നിടത്തൊക്കെ ഈ ആനന്ദവും പ്രത്യാശയും നന്മയും പ്രസരിപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ ഈസ്റ്റർ ദിവസം ഞാൻ ആശംസിക്കുന്നു. ഉത്തിതനായ ഈശോ നിങ്ങളെല്ലാവരെയും ആശീർവദിക്കട്ടെ.